ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. വളരെ രുചികരമായിട്ടുള്ള നാടൻ കൊഴുക്കട്ടയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പിക്ക് വേണ്ടി 1.5 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഇവിടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് കുറച്ച് വീതം തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ മുഴുവനും വെള്ളം ഒഴിക്കാൻ പാടില്ല. കുറച്ച് വീതം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന വിധത്തിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇത് 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് കൈ കൊണ്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് അടച്ച് വയ്ക്കുകയാണ്. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. 1/2 കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. ഈ കൊഴുക്കട്ട തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ കൊഴുക്കട്ട തയ്യാറാക്കാനായിട്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. ശർക്കര ഇവിടെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ശർക്കരയിലെ അഴുക്കും പൊടിയും ഒക്കെ ഒന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് അരിച്ചാണ് എടുക്കുന്നത്. അല്പം ഒന്ന് ചൂടാറിയ ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തപ്പോൾ ഏകദേശം 3/4 ഗ്ലാസ് ശർക്കരപ്പാനി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാനിലേക്ക് ഒഴിക്കാം. ഈ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. ഇത് നല്ലതുപോലെ കുറുകി വന്ന ശേഷമാണ് ഇതിലേക്ക് തേങ്ങ ചേർക്കുന്നത്. ഇതിൽ ശർക്കരയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്ക് കൂടിയാണിത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇതിലേക്ക് ചേർക്കാം. 1 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി തേങ്ങയും ശർക്കരയും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഏലക്ക പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സായി കഴിയുമ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നേരത്തെ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന അരിപ്പൊടി നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ ഞാൻ 10 ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ഉരുളയിലും ശർക്കരക്കൂട്ട് വെച്ച് കൊടുക്കാം. ആദ്യം സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ സൈഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാ വശത്തും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്ത ശേഷം ഇതിലേക്ക് തേങ്ങയുടെയും ശർക്കരയുടെയും കൂട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. ആദ്യം സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയ ശേഷം തേങ്ങയുടെയും ശർക്കരയുടെയും കൂട്ട് ഇതിലേക്ക് വയ്ക്കാം.
എന്നിട്ടത് റൗണ്ട് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള ഓരോ ഉരുളകളിലും ഇതുപോലെ ശർക്കരക്കൂട്ട് വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഇവിടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. ഈ ഇഡ്ഡലി തട്ടിൻ്റെ മുകളിൽ ഒരല്പം എണ്ണ ഞാൻ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കൊഴുക്കട്ട ഇതിന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ സ്റ്റീം ചെയ്തെടുത്ത ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 8 മുതൽ 10 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.